ജനകീയ പ്രക്ഷേപണത്തിന്റെ 14 സംവത്സരങ്ങൾ. മാറ്റങ്ങൾക്ക് വേണ്ടി സദാ ശബ്ദിച്ച് സമാനതകളില്ലാത്ത സാന്നിധ്യമായി വടക്കൻ കേരളത്തിന്റെ സ്വന്തം റേഡിയോ. റേഡിയോ ജൻവാണി 90.8 FM, മലയാളത്തിന്റെ മധുര തരംഗം. നാഷണൽ റീഡിംഗ് മിഷൻ 2026 ഭാഗമായി സെംക ന്യൂഡൽഹി, PN പണിക്കർ ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ എന്നിവയുമായി സഹകരിച്ച് ജൻവാണി 90.8 FM ജൂൺ 19 മുതൽ ജൂലൈ 19 വരെ 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളും പരിപാടികളും ക്യാമ്പയിനുകളും, ക്വിസ് ടൈം, റേഡിയോ പസിൽ, ജിംഗിൾസ്, പോഡ്കാസ്റ്റ്, ടോക്ക്. സ്റ്റേ ട്യൂൺ ടു 90.8 FM. വായനാ ദിന സന്ദേശം. TP ഭാസ്കര പൊതുവാൾ, ഡയറക്ടർ, മലയാള ഭാഷാ പാഠശാല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, PN പണിക്കർ ഫൗണ്ടേഷനും ജൻവാണിയും സംയുക്തമായി നടത്തുന്ന വായനാ വസന്തം, അത് എൻ്റെ മനസ്സിലൂടെ രൂപപ്പെടുന്നത് വായനാ വസന്തം എന്നാണ്. കാരണം ഈ വായനാ മാസാചരണം എന്നുള്ള ആവർത്തന വിരസമായ ആ വാക്കുകളിൽ നിന്ന് അർത്ഥസാംഗത്യമുള്ള ഒരു വഴിയിലേക്ക് ഇത് വഴുതി പോകുമ്പോൾ അതൊരു വായനാ വസന്തമായി മാറ്റാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു വായനാ വസന്തം സൃഷ്ടിക്കാൻ പുതിയ തലമുറക്ക് കഴിയണം. വായിക്കുക എന്ന് പറയുന്നത് കേവലമായ ഉപരിപ്ലവമായ ഒരു പ്രവൃത്തി ആകരുത്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, നമുക്ക് വായിച്ച് വളരുക എന്നൊക്കെ പറഞ്ഞു വരുന്നു എങ്കിൽ പോലും വായിച്ചിട്ട് അറിവ് നേടുന്നതിനപ്പുറം തിരിച്ചറിവ് നേടാനാണ് നാം അറിയേണ്ടത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച പലരും അവരുടെ പ്രായോഗിക ജീവിതത്തിൽ അവർക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയോ എന്ന് എനിക്ക് ശങ്കയുണ്ട്. അത് വരാൻ പാടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം നമ്മൾ വായിക്കുമ്പോൾ അറിവ് കൂടുന്നു എന്ന നേര് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് വകതിരിവ് നഷ്ടപ്പെട്ടു പോകുന്നു? അനുഭവങ്ങളിൽ നിന്ന് അക്ഷരം പഠിച്ച നിരക്ഷരരായ ആളുകളിൽ നിന്ന് പലതും നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അവർ നമ്മളെക്കാളും വായിക്കുന്നു എന്ന ഒരു പാഠം കൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ഗ്രന്ഥശാല അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളിൽ നിന്ന് കോറിയെടുക്കുന്ന അക്ഷരങ്ങൾക്ക് കിട്ടുന്ന ആർജവം പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുന്ന, എടുത്തു വായിക്കുന്ന അക്ഷരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അവിടെയാണ് PN പണിക്കരുടെ പ്രസക്തി. അനൗപചാരികമായി അക്ഷരങ്ങളുടെ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ സത്യത്തിൽ എൻ്റെ ഭാഷാ പാഠശാലയിലൂടെയും അനൗപചാരികമായ ഒരു അക്ഷരക്കളരിയാണ് അവിടെ ഞാൻ രൂപപ്പെടുത്തുന്നത്. ഈ വായനാ മാസാചരണത്തിൽ എനിക്ക് വായിക്കുന്നവരോട് പറയാനുള്ളത്, വായിക്കാത്തവരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം പഠിക്കുക, ചുറ്റുപാട് പഠിക്കുക. ആ ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അത് ഒരു പുതിയ വായനയായി, ആ വായനയിലൂടെ ഒരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ തലമുറ വളരട്ടെ, അവർക്കതിന് പ്രാപ്തി ഉണ്ടാകട്ടെ. അക്ഷരങ്ങൾ അവരോടൊപ്പം ചേർന്ന് നടക്കട്ടെ, അക്ഷരങ്ങളിലൂടെ അവർ സഞ്ചരിക്കട്ടെ, അക്ഷരങ്ങളിൽ നിന്ന് അവർ പഠിക്കട്ടെ. അങ്ങനെയുള്ള ഒരു പാഠം പഠിക്കുമ്പോഴാണ് ഈ വായനാ മാസം സാർത്ഥകമാകുന്നത്. ഇത് വായനാ മാസമാകരുത്, ഒരു വായനാ വർഷമായി മാറണമെന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്. 365 ദിവസവും വായിക്കണം. ഈ വായന ഞാൻ ഈ പറഞ്ഞതുപോലെ അനുഭവങ്ങളിൽ നിന്നായിരിക്കണം. വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ അനുഭവങ്ങളിൽ നിന്ന് അക്ഷരം പഠിക്കാൻ നാം പഠിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി. എല്ലാവർക്കും മലയാള ഭാഷാ പാഠശാലയുടെ സാരഥി എന്ന നിലയിൽ എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു. TP ഭാസ്കര പൊതുവാൾ മാഷ്.